എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തേനീച്ച വളർത്തലിന്റെ പല വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു വരുമായിരുന്നു. ചിന്തിച്ചു വന്നതിന്റെ കൂട്ടത്തില് തേനീച്ച വളർത്തലിന് 3 കാലങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 3 കാലങ്ങൾ. 3 കാലങ്ങൾ എന്ന് പറയുന്നത് ക്ഷാമകാലം, വളർച്ചാക്കാലം, തേനുൽപാദന കാലം. അങ്ങനെ 3 കാലങ്ങളാണ് തേനീച്ച വളർത്തൽ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. മെയ്യിൽ തുടങ്ങി മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 4 മാസം നല്ല മഴയുള്ള കാലാവസ്ഥയായതിനാൽ അതിനെ ക്ഷാമകാലമെന്നും, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ സമയം മഴ വലുതായിട്ട് കാണാത്തത് കൊണ്ട് ഇതിനെ വളർച്ചാക്കാലമെന്നും, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 4 മാസം തേനുൽപാദന കാലമെന്നും പറഞ്ഞ് നമ്മൾ വിഭാഗിച്ചിട്ട് പഠിക്കാറുണ്ട്. തേനുൽപാദന കാലം നമുക്ക് പ്രധാനമായിട്ടും 2 സീസണുകളാണ് വരുന്നത്. ഫെബ്രുവരി 15 തുടങ്ങി മാർച്ച് പകുതി അല്ലെന്നുണ്ടെങ്കിൽ മാർച്ച് അവസാനം വരെ നിൽക്കുന്ന ഒരു സീസൺ. രണ്ടാമത് ഏപ്രിൽ അവസാനം തുടങ്ങി മെയ് ഏതാണ്ട് ഒരു 10-15 അവസാനിക്കുന്ന രണ്ടാമത്തെ സീസൺ. ഈ സീസണൊക്കെ നമുക്ക് കിട്ടുന്നത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇതിനെ നമുക്ക് വ്യക്തമായിട്ട് വേർതിരിച്ച് പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ 2-3 വർഷം കൊണ്ട് ജൂൺ, ജൂലൈ മാസങ്ങളിൽ മഴ കുറവും ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ മഴ ശക്തിപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥകൾ മനസ്സിലാക്കി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ഷാമകാലം എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ക്ഷാമകാലത്ത് അടച്ച മഴയായതിനാൽ ആ മഴ സമയത്ത് കൂട് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള കർത്തവ്യം എന്ന് പറയുന്നത്. കൂടിനെ പരിപാലിക്കുക, സംരക്ഷിക്കുക. കൂട് നനയാതെ അതിന് ഒരു ഷീറ്റോ എന്തെങ്കിലും, മഴ നനയാതെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അതിനെ മറച്ച് സൂക്ഷിക്കാൻ സാധിക്കണം. അതിനോടൊപ്പം തന്നെ ആഴ്ചയിലൊരിക്കൽ ഫീഡിങ്, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഫീഡിങ് കൊടുക്കാൻ ആരംഭിക്കണം. അടിപ്പലകകൾ വൃത്തിയായി സൂക്ഷിക്കണം. മെഴുകുപുഴുവൊന്നും കയറാതെ അടിപ്പലകകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പഴയ അടകളൊക്കെ പുതുക്കി പുതിയ അടകൾ ആക്കി എടുക്കണം. അങ്ങനെ കോളനി, നമ്മുടെ കയ്യിലുള്ള കോളനി സ്ട്രെങ്ത് ആയിട്ട് നിലനിർത്താൻ നമ്മൾ ഈ ക്ഷാമകാലത്ത് ശ്രമിക്കണം. അങ്ങനെ ക്ഷാമകാലം കഴിഞ്ഞ് വളർച്ചാക്കാലമാകുമ്പോഴേക്കും ക്ഷാമകാലത്ത് ചെയ്യുന്ന അതേ ജോലികൾ തുടരുന്നതിനോടൊപ്പം നിറഞ്ഞിരിക്കുന്ന കൂടുകൾ വിഭജനം ചെയ്ത് ഒരു കൂടിനെ നമുക്ക് 2ആക്കി മാറ്റാൻ സാധിക്കും. അതിന്റെ കാര്യങ്ങളൊക്കെ മുമ്പിലുള്ള വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂടുകളൊക്കെ സെറ്റാക്കി വിഭജനം ചെയ്ത് ഡിസംബർ 15 നമ്മൾ ഒരു 3 അട ഈച്ച നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഒരു കൂട്ടിൽ 3 അട, 3 അടയോട് കൂടിയ റാണി സെറ്റായിട്ടുള്ളൊരു കൂട് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തേൻ്റെ സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 15 കൂടി നമുക്ക് അതിനകത്തുനിന്ന് തേനെടുക്കാൻ സാധിക്കും. അങ്ങനെ തേനെടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ കൂടുകളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ഷാമകാലത്ത് അത്ര കണ്ട് ഈ കൂടിന് പരിപാലനം ഉണ്ടെങ്കിലും ജോലികൾ അധികമില്ല. എന്നാൽ വളർച്ചാകാലത്തിലും തേനുൽപാദന കാലത്തിലും നമുക്ക് ഈ കൂടുമായിട്ട് കൂടുതൽ ജോലികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വളർച്ചാക്കാലത്ത് കൂടുകൾ ഡിവിഷൻ ചെയ്ത് അതിനെ പല കൂടുകളാക്കി മാറ്റി അതിനെ സംരക്ഷിച്ചു പോരുക എന്നുള്ളതാണ് ഈ വളർച്ചാക്കാലത്ത് നമ്മൾ ചെയ്യുന്നത്. റാണിയാവാത്ത കൂടുകൾ റാണിയെ ആക്കിയെടുക്കുക, റാണിയെ പുതുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഡിസംബർ 15 നമുക്ക് 3 അടയുള്ള ഒരു കോളനി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ക്രമേണ വളർത്തിക്കൊണ്ടുവന്ന് ഒരു ജനുവരി 15 ആകുമ്പോഴത്തേക്കും അത് ഫുള്ളാകത്തക്ക രീതിയിൽ നമ്മളതിനെ പരിപാലിച്ചു കൊണ്ടുവന്ന് തേനെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ കൂട്
കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. 6 അട ഫുള്ളായിട്ടുള്ള കോളനികൾ വളർച്ചാ കാലത്ത് നമ്മൾ ഡിവിഷൻ ചെയ്ത് പല കൂടുകളാക്കുന്നു എങ്കിൽ തേനുൽപാദന കാലത്ത് നമ്മൾ ഈ 6 അട ഫുള്ളായ കോളനികളെ ഡിവിഷൻ ചെയ്യാതെ വീണ്ടും ആ കൂടിനെ വളർത്തി 1 സൂപ്പർ 2 സൂപ്പർ അങ്ങനെ തട്ടുകൾ വെച്ചു കൊടുത്ത് എത്രത്തോളം തേനീച്ചകളെ ഒരു കൂട്ടിൽ നിലനിർത്താൻ സാധിക്കുമോ അത്രത്തോളം തേനീച്ചകളെ ആ കൂട്ടിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തേനെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തു നിന്ന് ഉൽപാദനം ലഭിക്കുകയുള്ളൂ. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ജനുവരി 15 അല്ലെന്നുണ്ടെങ്കിൽ 20 ഒരു ഫുള്ളായിട്ടുള്ള ഒരു തേനീച്ച കോളനി, ആ കോളനി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അടകൾ പരിശോധിച്ചിട്ട് കാലിയായിട്ടുള്ള അടകൾ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് നമുക്ക് സൂപ്പറിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കാം. നമ്മൾ കൂടുകൾ പരിശോധിക്കുമ്പോൾ കാലിയായിട്ടുള്ള അടകൾ കാണും. കാലിയായിട്ടുള്ള അടകൾ ഇല്ലെന്നുണ്ടെങ്കിൽ ആണീച്ചകളുടെ സെല്ലുകൾ മാത്രമുള്ള അടകൾ കാണും. ആണീച്ചകളുടെ സെല്ലുകൾ മാത്രമുള്ള അടകൾ ഇല്ലെങ്കിൽ പുതിയ അടകൾ, പുതിയതായിട്ട് കെട്ടുന്ന മുട്ട മാത്രം ഇട്ടിട്ടുള്ള പുതിയ അടകൾ, അങ്ങനെയൊക്കെയുള്ള അടകൾ നമ്മൾ എടുത്തുകൊണ്ട് അതിനെ മുകളിലത്തെ ഹണി ചേമ്പറിൽ അഥവാ സൂപ്പറിൽ ഉള്ള 5 ഫ്രെയിമിലായിട്ട് നമ്മൾ വെച്ച് കെട്ടി കൊടുക്കണം. അങ്ങനെ വെച്ച് കെട്ടി കൊടുക്കുമ്പോൾ ധാരാളം ഈച്ചകൾ നമ്മുടെ കൂട്ടിൽ നിറയുന്നുണ്ട് എങ്കിൽ അടിയിൽ നിന്നെടുക്കുന്ന അടകളെ ഒരടയെ 2ആയിട്ട് വിഭാഗിക്കാം. അത് ഫുള്ളായിട്ട് നമുക്ക് വെട്ടിയിട്ട് കൊടുക്കാൻ പറ്റും, 2ആയിട്ട് വിഭാഗിക്കാൻ പറ്റും. അതല്ല 5 ഫ്രെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ 5 ഫ്രെയിമിൽ ഓരോ ബേസ് ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ആ കൂടിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഈ കൂടുകൾ കൈകാര്യം ചെയ്ത് എന്തായാലും ആ ഫ്രെയിമിൽ അടകൾ കെട്ടത്തക്ക രീതിയിൽ ഒരു ബേസ് ഫുള്ളായിട്ടോ ഹാഫായിട്ടോ ചെറിയൊരു ബേസ് ആയിട്ടോ ഇട്ട് കൊടുത്ത് അതിൽ അടകൾ കെട്ടിക്കണം. അങ്ങനെ കെട്ടിച്ചിട്ടില്ല എങ്കിൽ തേനീച്ചകൾ വളരുന്നതിനനുസരിച്ചിട്ട് അവർക്ക് തോന്നിയതുപോലെ അടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ അടകൾ കെട്ടി പണിത് തേൻ സ്റ്റോർ ചെയ്യും. അങ്ങനെ തേൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്ടർ വെച്ച് കറക്കി തേൻ എടുക്കുകയും തിരിച്ച് ആ ഫ്രെയിം തിരിച്ച് അടകൾ നശിപ്പിക്കാതെ തിരിച്ച് കൂട്ടിലേക്ക് ഇടാൻ സാധിക്കാതെ വരികയും ചെയ്യും. അതിന് മുന്നോടിയായിട്ട്, തേൻ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഓരോ ഫ്രെയിമുകളിലും തേനീച്ചക്കൂട്ടിൽ അടിയിൽ 6 ഫ്രെയിമുണ്ട്, മുകളിൽ 5 ഫ്രെയിമുണ്ട്. ആ 5 ഫ്രെയിമിലും അടകൾ ഓരോ ബേസ് ഇട്ട് കൊടുത്ത് ആ 5 ഫ്രെയിമിലും അടകൾ കെട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ അടകൾ വെച്ച് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ആഴ്ച മുതൽ 6 ദിവസം 5 ദിവസം 6 ദിവസം കൂടുമ്പോൾ കൂടിന്റെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് അടിഭാഗം ചെക്ക് ചെയ്ത് അടിഭാഗത്ത് റാണി സെല്ലുകൾ വരുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ആ അടിഭാഗത്ത് അധികം റാണി സെല്ലുകൾ വരുവാണെങ്കിൽ നമ്മൾ അതിനെ നീക്കം ചെയ്ത് എത്രത്തോളം തേനീച്ചകളെ അതിൽ നിലനിർത്താൻ സാധിക്കുമോ അത്രത്തോളം തേനീച്ചകളെ നിലനിർത്തി ഫെബ്രുവരി 15 ആകുമ്പോഴത്തേക്കും നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കോളനിയാക്കി നമുക്കതിനെ മാറ്റാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കൂട്ടിൽ നിന്ന് തേനെടുക്കാൻ നല്ല രീതിയിൽ അതിൽ നിന്ന് ഒരു ഉൽപാദനം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ തേനെടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് തേനടകൾ വെട്ടിക്കൊടുക്കുന്നത് ആ രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കാം. പുതുതായിട്ട് കിട്ടുന്നത് ഇത് ആയിട്ടില്ല, ഇത് മതി, ആയിട്ടില്ല. അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നിറഞ്ഞു വരത്തുള്ളൂ. ഈ സൈഡിൽ നിന്ന് കണ്ടിരിക്കണം, പെയ്യ് എടുത്തു അത് കാലി കയറിയാം.
ഞാൻ പറഞ്ഞ ഇതാണ് അതിന്റെ അല്ലേ? പുഴുവില്ല. ഓരോന്നും പരിശോധിച്ചു. അങ്ങനെ എടുത്തു വെക്കാന്നാ പറഞ്ഞല്ലേ? അങ്ങനെ എടുത്തു വെക്കാം. അത്ര ഫ്രീ സ്പേസ് കിട്ടില്ലേ? എന്തെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടെന്നാണ് ഇത് മാതിരി. റാണിയെ ശ്രദ്ധിച്ചോണം കേട്ടോ. മുട്ടയില്ലേ? മുട്ടയുണ്ട്. ഇത് കട്ട് ചെയ്തൊന്ന് കൊടുക്കണം സാറേ? വേണ്ടാന്നും വേണ്ട. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഫ്രണ്ടിൽ നിന്ന് മാറിയുണ്ടോ? ഒരെണ്ണം വിരിഞ്ഞിറങ്ങിയുണ്ടോ? ഓക്കെ, അത് മാറ്റി. അടുത്തതൊക്കെ നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ടാണ്. ഈ അട അത് ഇളക്കി കട്ട് ചെയ്യണ്ടേ? അത് വേണമെങ്കിൽ ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റിക്കും. ഇതോ? അത് കട്ട് ചെയ്യണ്ടേ? കാണിക്കും. അത് കട്ട് ചെയ്യാം. റാണി ഉണ്ടോ നോക്കണം. അടയ്ക്ക് വെളിയിലോട്ട് കെട്ടിട്ട് എന്താ കൂടെ? അതല്ല, അത് ഗ്യാപ്പ് ഉണ്ടായിട്ടാ കേട്ടോ. ഇത് നമുക്ക് ഒരെണ്ണം ആയിട്ട് വെച്ച് കൊടുക്കാം. തിരിച്ചു വെക്കണം കേട്ടോ. അത് ആ സൈഡിൽ പോകണം. മുട്ടി നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അത് ഫുള്ളായിട്ട് തള്ളി അങ്ങ് വെച്ചു. ആണീച്ചയുടെ മുട്ട ഏതാണോ? കാണിക്കാം. എല്ലാം കാണിക്കാം. എല്ലാം ഇതിനകത്തുണ്ട്. അടുത്ത ആഴ്ചയൊക്കെ വെട്ടിയിട്ടാൽ മതിയായിരുന്നു ഇത്. പിന്നെ നിങ്ങളെ കാണിക്കേണ്ട വഴിക്ക് നമ്മുടെയൊക്കെ അടുത്ത ആഴ്ച ചെയ്താൽ മതി. ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല പോലും പൊഴിഞ്ഞിട്ടില്ല. ഇതാണ് കൂടുതലായിട്ടൊന്നുമില്ല. അതങ്ങടുത്ത് റാണിയെ കണ്ടില്ലല്ലോ ഇതുവരെ. റാണിയെ നോക്കിയിട്ടുണ്ട്. ഇതാണ്ട് റാണി ഇങ്ങനെയൊക്കെ ഉള്ളത് കട്ട് ചെയ്തതാണ്. ഈ അടകൾ കുറച്ചുകൂടെ അടുപ്പിച്ച് മൊത്തത്തെ അടുപ്പിച്ചിട്ട് ഗ്യാപ്പുകളുണ്ട്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് കിടന്നാലും കുഴപ്പമില്ല. മറ്റേ മുട്ടയുള്ളത് ഇനി എടുത്തിട്ട് അത് വേണ്ട കാലി ഫ്രെയിം. ഇനി നമുക്ക് അതിന്റെ ഈ ഇതിനകത്തോട്ട് ചെയ്താൽ മതി. മയത്തിൽ കുടഞ്ഞില്ല ചിലപ്പോ. ഈ അടിയില് ഫ്രെയിം കൂടി ഇല്ലാത്തതിന്റെ കൂടെ ഇതിപ്പോ നമുക്ക് വലുതായിട്ട് വളരാത്തോണ്ട് ഒറ്റ ഫ്രെയിമിനകത്ത് അങ്ങ് വെട്ടിയിടാം. അത് രണ്ടടയ്ക്ക് ഉപയോഗിക്കാം. ഒന്ന് മതി, വളർന്നില്ലല്ലോ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലോ. വെട്ടിയിടാറായില്ല നമുക്ക്. കൈ നോക്കിക്കോണേ. ഒരു ഫ്രെയിമിന്റെ വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്താൽ. സൂപ്പറിൽ എപ്പോഴും ചെറിയ ഫ്രെയിമേ ഇടൂ. ആ, ശരി.
അത് ഈ എക്സ്ട്രാക്ടർ വെച്ച് കറക്കുമ്പോഴേ ഉടഞ്ഞു പോയിരിക്കുന്നു. അതിന് സ്റ്റാൻഡേർഡ് ചെയ്തേക്കുന്നത്. കൈ നോക്കണം, അവിടെ വെച്ചങ്ങ് വെട്ടി അതങ്ങ് വെട്ട്. അവിടെ സൈഡ് കട്ട് ചെയ്തിട്ട് ഇത് ചെത്തണം. അവിടെ വെച്ചിട്ടങ്ങ് ചെയ്യും. അമുക്കി പിടിച്ചോ, അമുക്കി കട്ട് ചെയ്യും. അന്നേരം പെട്ടെന്ന് കട്ടാവത്തില്ലേ? പേടി മാതിരി എന്തോ. അതെ, ഒരുപാടങ്ങ് ചളുക്കി കളയണ്ടാതെ. ഇത് നമ്മൾ ഇനി തേൻ നിറച്ച് വെക്കുമ്പം ഇതുമാതിരി സീൽ ചെയ്യും. നമ്മൾ സീൽ ചെയ്യുമ്പം അത് ഇത് ചെത്തി കളഞ്ഞിട്ട് വേണം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ. സീൽ ചെയ്തിട്ട് എടുത്തു അതെടുത്തു. ഇനി വേണ്ടോ? റബ്ബറിട്ട് കെട്ടിയിട്ട് വെക്കുന്നില്ല. കെട്ടി കഴിഞ്ഞാൽ ചേർത്താൻ പറ്റും. ഇതിന് വേണ്ടി ഓർത്ത് ഇച്ചിരി നീട്ടി വെക്കും. ഇരുമ്പ് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി നീട്ടി കൊടുക്കണം. ഇതിപ്പോ ഒരു വലിച്ചു കുടിച്ചിട്ട് അടയങ്ങ് ഫുള്ളങ്ങ് യോജിപ്പിക്കും. നമ്മൾ എടുത്തുകൊണ്ട് പോയാൽ ഇതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഏതാ നമ്മൾ ഈ തേനങ്ങ് എടുത്ത് ഇത് എടുക്കേണ്ട കാര്യമല്ല. ഇനി തേനായി വരുന്നതല്ലേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു പോകും. ഈ വെയിറ്റ് ഉള്ള ഭാഗം അടി അത് അപ്പുറത്തൊന്നും ഇട്ടാൽ മതി. വെയിറ്റ് ഉണ്ട്. തേനുള്ള ഭാഗം അടി വരണം അല്ലേ? നീളത്തിൽ വേണം. ഇതുപോലെ സാറേ മതി. ഈ റബ്ബർ ബാൻഡിനെ അവര് കട്ട് ഇതങ്ങ് ഉറപ്പിച്ചിട്ട് അവരങ്ങ് പൊട്ടിക്കും. അവര് പൊട്ടിക്കും. വന്നിട്ടു അടുത്ത ആഴ്ചയൊക്കെ നമ്മൾ പണി തുടങ്ങത്തുള്ളൂ കേട്ടോ. ഇപ്പൊ നിങ്ങളെ കാണിക്കേണ്ട വഴിക്കാണ്. ഇത് നമ്മൾ സൈഡ് ബേസ് വെക്കുമ്പോൾ ലെവലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡ് അങ്ങ് വെച്ച് വരാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മളൊരെണ്ണം ഒരു ഫ്രെയിമിനകത്ത് ഫുള്ളായിട്ട് അങ്ങ് മുറിച്ച് കൊടുക്കും അല്ലേ? ഫുള്ളായിട്ട് മുറിച്ച് കൊടുക്കും. ബാക്കി ഇത്രയും വേസ്റ്റാണ് വരുന്നത്. അങ്ങനെ വേസ്റ്റ് വരാതെ നമുക്ക് ഒരു കൂട്ടിൽ ഈച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതൽ ഈച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പിടിച്ച് ഇങ്ങനെ നമുക്ക് ചെറിയ ബേസുകൾ ഇട്ട് കൊടുക്കാൻ പറ്റും. 1 2 5 ഫ്രെയിമല്ലേ മേടി വരുന്നത്. 3 4 അങ്ങനെ ബേസായിട്ട് മുക്കിട്ട് കൊടുക്കാം. അങ്ങനെ ബേസായിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് നമുക്ക് ബേസ് കാണിച്ചു തരാം. ബേസായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ചെറിയൊരു ബേസ് 1 ഇഞ്ച് കനം ഈ ബേസ് ഇട്ട് കൊടുക്കുമ്പോൾ അവർ ബാക്കി എന്ത് ചെയ്യും? കെട്ടിക്കോളും. ഇത്രയും മതി. സംഭവം ഇത്രയും മതി. ബാക്കി അവർ കെട്ടിക്കൊണ്ടിരുന്നോളൂ. റബ്ബർ ബാൻഡ് ഇട്ട്. നമുക്ക് ഏതാണ് നല്ലത്? ഞാൻ സാധാരണ ഇടുന്ന ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കും. ഇനിയിപ്പോൾ അങ്ങനല്ല, ക്രോസ് ആയിട്ട്. അല്ല, നമുക്ക് അങ്ങനെ ചെയ്താൽ മതിയല്ലോ. മതി. നമുക്ക് സമയമുണ്ട്. നമ്മുടെ ഇല ഉണ്ടില്ലേ? ഇലയൊന്നും ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ 3-4 ആഴ്ച കഴിഞ്ഞിട്ട് തേൻ വരാം. അപ്പം കുറച്ച് ഓരോ ദിവസവും അല്ല, അടുത്ത ആഴ്ച മുതൽ ഓരോ ദിവസം അടുത്ത ഫ്രെയിം ഉണ്ട്. ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതല്ല, നമുക്ക് ഇതിൻ്റെ പകുതി വേണമെന്നുണ്ടെങ്കിൽ പകുതി മുറിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എങ്ങനെയായാലും ഒരു ബേസ് വരണമെന്നുള്ളത്. ഇങ്ങനെ കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ക്രോസ് ആയിട്ട് കൂടെ വേണമെങ്കിൽ. ഓക്കെ, ഒരു ബേസായി ചൂട് വലുപ്പത്തിൽ നമ്മൾ
ഇനിയുള്ള ഫുള്ള് അല്ലേ? ഫുള്ളായിട്ടല്ല, അത് നമ്മൾ കോർണറായിട്ട് നമുക്ക് ഓക്കെ. ത്രികോണം. ത്രികോണം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ബാക്കി ഇവരെ പെട്ടെന്ന് കെട്ടിക്കോളും. അതെ, നമ്മൾ കൈകാര്യം ചെയ്യാം, അല്ലാതെ ഇന്ന രീതിയിലേ ചെയ്യാവൂ. ഒരു ബേസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. മെയിൻ. തിരിച്ചു വേണേ ഒരെണ്ണോട് മതി. ഇത് സ്ട്രോങ് ആയത്. ഇതിപ്പോ നാളെ അച്ഛൻ നോക്കുമ്പോൾ ഇതെല്ലാം കാണാൻ ഒട്ടിക്കുന്നത്. ഫുള്ള് ഒട്ടിച്ചിട്ട് റബ്ബർ കടിച്ചു നോക്കി കളഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ചെയ്യാം. ഇത് ഫോട്ടോ എടുക്കും. നമ്മൾ കണ്ട വീഡിയോ 6 ഫുള്ളായിട്ട് വന്ന ഒരു കോളനി ആണെങ്കിലും ഈച്ച മുകളിലോട്ടൊന്നും കയറി ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആണീച്ചകളുടെ സെല്ലും അടകളി വളരെ കുറവായിരുന്നു. പക്ഷേ 1-2 ആഴ്ചയുടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല വളർച്ച ഉണ്ടാകുമ്പോൾ തേനീച്ചക്കൂട് ആ കോളനിയിൽ നിന്ന് സെറ്റ് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാവും. അതിന് മുന്നോടിയായിട്ട് ആണീച്ചകളുടെ സെല്ല് കൂടുതലായിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്ന വിധങ്ങളെ കുറിച്ചൊക്കെ അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും തുടക്കക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കൂട് പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ അടയുണ്ടെങ്കിൽ എടുക്കാം. ആണീച്ചകളുടെ സെല്ല് കൂടുതലായിട്ടുള്ള അടകൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന അടകൾ നമ്മൾ എടുത്ത് മുകളിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇത്രയൊക്കെയാണ് തുടക്കക്കാർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളത്. കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല. അടകൾ നമ്മൾ കെട്ടിക്കൊടുക്കുമ്പോൾ തല തിരിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം അടിയിലത്തെ അടകൾക്ക് താഴോട്ടൊരു ചരിവുണ്ട്. ഹണി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മുകളിലേക്ക് ഒരു ചരിവാണ് കൊടുക്കുന്നത്. എൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ സംശയ നിവാരണമൊക്കെ നടത്താവുന്നതാണ്. 2-3 ഒരാഴ്ച കൊണ്ടൊക്കെ നല്ല ടയേർഡാണ്. കാരണം നല്ല ജോലി തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം ടയേർഡായിട്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു തേൻകാലം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നതിനും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഓക്കെ, താങ്ക് യു.